ഹലോ ആൻഡ് വെൽക്കം ടു പേർഷ്യൻ മലയാളി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഹരിബറിയായിട്ട് ഇറങ്ങിയോണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീഡിയോ ഞങ്ങൾ എടുത്തില്ല. ബട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങൾ വന്നേ പിന്നെ ഇതുവരെ പോയിട്ടില്ല. വന്നിട്ട് ഇപ്പോൾ 4-5 ദിവസമായി. സോ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ. സോ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. സോ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെയും കൂടെ കാണാൻ കയറും. ഞങ്ങൾ യൂട്യൂബ് വഴി ഫ്രണ്ടായതാണ്. സോ അവളും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവളുടെ പേര് അനു എന്നാണ്. സോ ഞങ്ങൾ അവിടെ കൂടെ കയറിയിട്ടേ പോകത്തുള്ളൂ. സോ വീടെത്തുമ്പോൾ രാത്രിയാവും മിക്കവാറും. സോ ആ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു മിലിറ്ററി ക്യാമ്പ് ക്വാർട്ടേഴ്സിന്റെ അടുത്താണ് ആക്ച്വലി ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ മിലിറ്ററിക്കാർ നടത്തുന്ന ഒരു ടെമ്പിളാണ് ഹനുമാൻ സ്വാമി ടെമ്പിൾ. അപ്പോൾ അതിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പണ്ട് മുതലേ ഞങ്ങൾ പോകാറുള്ള ഒരു ടെമ്പിളാണിത്, ഹനുമാൻ സ്വാമി ടെമ്പിൾ. മഴയാണ്, പുറത്ത് മഴയാണ്ടാണ് ഗ്ലാസ് അടഞ്ഞു കിടക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ യാത്ര തുടങ്ങുവാണ്. പിന്നെ ഇവിടെ എല്ലാം ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. എല്ലാ മരങ്ങളിലും മ്യൂസിയത്തിന്റെ ഏരിയ ആണ്. എല്ലായിടും ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, ലൈറ്റ്സ് ഓൺ അല്ല. അതുകൊണ്ടാണ് എല്ലാ മരങ്ങളിലും ലൈറ്റ് ഇങ്ങനെ വള്ളിയായിട്ട് തൂങ്ങി കിടപ്പുണ്ട്. ബട്ട് ഓൺ ആവാനുള്ള സമയമായിട്ടില്ല. അതിന്റെ ഇടസെല്ലി വഴി നേരെ പോകുന്നത് സിറ്റി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാനത് +1 +2 പഠിച്ച ഒരു സ്കൂളാണ്. അവിടെ ഷോസ് നടക്കാനുള്ള സ്ഥലം ഉണ്ടോ? ഷോസ് ഉണ്ട്, പാർക്കിംഗ് സ്പേസ് അല്ല. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാൾ. ഇതാണ് ട്രിവാൻഡ്രം ലുലു മോൾ. ഞങ്ങൾ ഇന്നേ വരെ പോയിട്ടില്ല, ഇനി ഒന്ന് പോണം. ലുലു ഹൈപ്പർ മാർക്കറ്റും ഉണ്ട്, പാരഗൺ ഉണ്ട്, PVR സിനിമാസ് ഉണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റും ഉണ്ട്. ഇത് കഴക്കൂട്ടം അല്ലേ? ഇതാണ് കഴക്കൂട്ടം ബൈപ്പാസ് റോഡ്. നേരെ പോയാൽ കോഴിക്കോട് 377 കിലോമീറ്റർ. ഇവിടെ എല്ലാം വലിയ വലിയ ഫ്ലാറ്റ്സ്, ഐറ്റിക്കാരൊക്കെ താമസിക്കുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു. കാണുന്നതാണ് ഇൻഫോസിസ്. ബോർഡ് സ്ട്രക്ചർ കാണുന്ന ഇൻഫോസിസ്. അപ്പൊ നമ്മൾ എത്താറായി. GPS കാണിക്കുന്നത് ഞങ്ങൾ എത്താറായി. കാറില് സഡൻലി എന്തോ ഭയങ്കര അനു നമ്മുടെ ഒരു വ്യൂവർ ആണല്ലേ. അപ്പൊ വ്യൂവറിനെ നമ്മൾ കാണാൻ പോവാണ്. അനുഷ അനു എന്ന് പറയുന്നത് ലൈവിലൂടെ പരിചയപ്പെട്ടതാണ്. നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ ആണ്, വ്യൂവർ ആണ്.
നമ്മളെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ലെഫ്റ്റ്. ഒരു ആളാണ്. സോ ആ അനുവിനെയാണ് നമ്മുടെ തിരുവനന്തപുരത്താണ്, ചിറയൻകീഴാണ് അനു താമസിക്കുന്നത്. സോ അപ്പം നമുക്ക് പോവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എത്താറായി, നമ്മൾ ഒരു 150 മിനിറ്റ് കൂടെ പോയാൽ എത്തും. നമ്മളിവിടെ എത്താറായി. 60 മീറ്റർ. വീട്ടുപേരെന്താ? ഓംകാരം. ഓംകാരം എത്തിയപ്പോ ഇതൊന്നുമല്ല, ഫ്രണ്ടില GPS നിന്നല്ലോ. ഓംകാരം ഇതാണോ ഗേറ്റ് തുറന്ന് നടക്കുന്നത്? ഇതാവാനാണ് സാധ്യത. കഴിഞ്ഞു. GPS പറഞ്ഞ ലൊക്കേഷൻ നമ്മൾ എത്തി. ഇതെന്താ അല്ലേ? ഇതാണ് ഇതോ? ഇതാ. ഓക്കെ. ഇതാണ് അപ്പൊ അനുവിന്റെ വീട്. നമ്മൾ അനുവിന്റെ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചേക്കുക. എല്ലാ ലൈറ്റും ഇട്ട് വെച്ചാൽ ദീപാവലിയാണോ? നമസ്കാരം, പ്രവീൺ. എന്താ പേര്? അനുരാജ്. ഓക്കെ ഓക്കെ. പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത്. ഇറങ്ങിയപ്പോ ലേറ്റായി, പിന്നെ ട്രാഫിക്കും കിട്ടി. സോറി. ഓണത്തിന്റെ തിരക്ക്. എന്തുകൊണ്ട് അവധി തുടങ്ങി? ഓണത്തിന്റെ വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞ ഒരാള് എടുത്തിട്ട് ഫ്രണ്ടാണ് ചായ എടുത്തു. ഫ്രണ്ട് വാട്ടർമെലൺ ജ്യൂസ് ആണോ ചായ? ജ്യൂസ് മതി. ചൂടല്ലോ. എനിക്ക് വെള്ളം. ഹലോ, അനുവിനെ കണ്ടില്ല, പരിചയപ്പെട്ടില്ല. മോനും അനുവിനെ കണ്ടില്ല. ഞാൻ ക്യാമറ ഓണാണ് കേട്ടോ, ക്യാമറ ഓണാണ് വിത്ത് പെർമിഷൻ. മോനെ വാ. എന്താണ് പേര്? ആയുഷ് രാജ്. ഓക്കെ. മോളുടെ പേരെന്താ? അൻഷിക രാജ്. ഓക്കെ 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 ഓക്കെ. സംസാരിച്ചു. കണ്ടന്റ് വേണ്ട. എവിടെ പോന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ? നമ്മൾ അനുവിന്റെ വീട്ടിലാണ്. അനുവിനോട് സംസാരിക്കുകയാണ്. അനു വാട്ടർമെലൺ ജ്യൂസ്. നമുക്ക് അടിപൊളി വാട്ടർമെലൺ ജ്യൂസിന്റെ ബാലൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഒറ്റ വലിക്ക് കുടിച്ചു. അനുവിന്റെ മോളാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഹസ്ബൻഡ് അടുത്തുണ്ട്. ഇതാണ് അനു. അനു ഒരു വ്ളോഗറാണ് അല്ലേ? അനൂസ് യൂണിവേഴ്സ്. അനു ഒരു വ്ളോഗറാണ്. ഇതൊക്കെയാണ് സംഭവം അനുവിന്റെ വീട്ടിലെ വിശേഷം. നല്ല ബ്യൂട്ടിഫുൾ വീടാണ്. അതെ, ബ്യൂട്ടിഫുൾ വീടാണ്. ഒരുപാട് ഹോം ഡെക്കർ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ കാണിക്കാം. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അനു ഗിഫ്റ്റ് തന്നേക്കാണ്. താങ്ക് യു സ്വീറ്റ് ഹാർട്ട്. പക്ഷെ ഇത് ഒത്തിരി സാധനം. എന്റെ ദൈവമേ, എന്റെ കാറിൽ സ്ഥലമില്ല. ബാക്ക് കാറൊന്ന് തുറന്നു നോക്കണം, എല്ലാം കൂടെ താഴെ വീഴും ഇപ്പൊ. ദൈവമേ, അച്ചപ്പം, മുറുക്ക്, ശർക്കര വരട്ടി. ഇത് വഴിയെ തിന്നോണ്ട് പറഞ്ഞ അച്ചപ്പം, പിന്നെ വലിയ മുറുക്ക്, ശർക്കര വരട്ടി. ഒരു ബേക്കറി മൊത്തം ഉണ്ട്. കൊഴലപ്പം, മുറുക്ക്, റിബൺ പക്കോട. Then what that? അല്ലല്ല, ഇത് സ്വീറ്റ്. ഇതൊരു ബൂന്തി. This is mixture. Chips. അതാ ഞാൻ പറഞ്ഞ ചിപ്സ്. നമുക്ക് ഒരു ബേക്കറി മൊത്തം വളരെ എനിക്കറിയില്ല. ബേക്കറി മൊത്തം നമുക്ക് അതിന് ഗിഫ്റ്റ് ചെയ്തേക്കും. സുഹിയന ഏതാണ്ടെങ്കിലും മാവിൽ മുക്കി വറുത്തെടുത്ത. എന്തിനാണ് ഇത്ര സാധനം? പിള്ളേരാണോ ഞങ്ങള്? അയ്യോ, അവിടെ
അനു കണ്ടില്ലേ നമ്മളെ സ്നേഹം കൊണ്ട് ഇത്രയും ഒരു ഞങ്ങളത് നാട്ടിൽ ചെറിയൊരു സംഭവമാണ് ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ഒരു ലവിന് വളരെ നന്ദി അനു ആൻഡ് ഫാമിലി. താങ്ക് യു അല്ലേ. ഹാപ്പി ഓണം ടു എവരിവൺ. എന്തേലും പറ. അയ്യോ ഒരു കവർ കൂടെ വേണ്ടി. അയ്യോ വെറുതെ വിളിക്കുന്നതല്ല, നമ്മൾ ഇതൊന്നും എക്സ്പെക്ട് ചെയ്ത് വരുന്നതൊന്നുമല്ല. നമ്മൾ നിന്നെ കാണാൻ വന്നാ. നീ ഒത്തിരി തവണ വിളിച്ചുകൊണ്ട്. മോള് സെയിം സ്കൂളിൽ തന്നെയാണോ? മോന്റെ സ്കൂളിൽ തന്നെയാണോ? സെയിം സ്കൂൾ. എന്തോ ഓക്കെ ബൈ ബൈ. ആ ഹൈപ്പിനാട്ടോ പറയുന്നുണ്ടോ? ഓക്കെ ബൈ മോനെ, പോയിട്ട് വരാം. ഓക്കെ ബൈ ബൈ, സി യു. നൈസ് മീറ്റിംഗ് യു ഓൾ. താങ്ക് യു വഴി പറഞ്ഞതിന്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മൾ അനുവിനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മള് ഇവിടെ വീട്ടിലോട്ട് പോകുന്ന വഴിയായിരുന്നു. നമ്മള് വീട്ടിൽ പോയി കഴിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഒത്തിരി ലേറ്റ് ആവും, പിന്നെ അമ്മ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് വരുന്ന വഴിക്ക് വേണ്ടി ഈ ഹോട്ടൽ കണ്ട്. ന്യൂ സുപ്രഭാതം ഹോട്ടൽ. നല്ല ഫുഡാണ്. ഞങ്ങൾ ദോശ കഴിച്ചു. പിന്നെ അനു ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ടണ്ണ് സ്നാക്സ് തന്നിട്ടിട്ടുണ്ട്. ബട്ട് അത് രാത്രിയിൽ കഴിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ കയറി ദോശ കഴിച്ചു. ആൻഡ് പ്രത്യേകം പറയണം, അനുവിനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണ്. അനുവിൻ്റെ ഹോൾ ഫാമിലി, അനുവിൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ, പുള്ളിക്കാരനും മക്കളും എല്ലാവരും വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. അനുവിൻ്റെ ഫാമിലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അവർ നമ്മളെ ട്രീറ്റ് ചെയ്ത വിധവും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ എല്ലാവരും അവരും കാണുമല്ലോ വീഡിയോസ്, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞാണ്. ഞാൻ നേരിട്ട് നന്ദി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ റിലേറ്റീവ്സ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ലേ, ഒരു നമുക്ക് നമ്മളെ ആദ്യമായിട്ട് കാണുന്ന പോലെയല്ല, വളരെ സ്നേഹത്തിലുള്ള പെരുമാറ്റവും നല്ലൊരു ഫാമിലിയാണ് അവര്. അപ്പം അവരെ എന്നും ലെറ്റ് ഗോഡ് ബ്ലെസ് ദം ഓൾവേസ്. ഐ മീൻ മേ ഗോഡ് ബ്ലെസ് ദം ഓൾവേസ്. ദാറ്റ്സ് വാട്ട് ഐ വിഷ്. സോ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങുവാണ്. അതെ. സോ അപ്പൊ ഇനി നേരെ സ്ട്രൈറ്റ് ടു മാലക്കര, ആറന്മുള, പത്തനംതിട്ട. ഇവിടെയാണ് ഞങ്ങൾ കഴിച്ചത്, മേളില്. സോ ഇത് അവരുടെ പാർക്കിംഗ് സ്പേസ് ആണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്. ഇനി എത്ര സമയമാണെന്നൊന്നും എനിക്കറിയില്ല. വീടെത്തും 8:30 8:30. നമ്മളൊരു 9 മണിയായി. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ എടുക്കും, 1.5-2 മണിക്കൂർ. നമ്മൾ ഈ കാണുന്ന ഒരു അനുവിന്റെ വീട് കഴിഞ്ഞ് നമ്മളൊരു ഹോട്ടലൊക്കെ കഴിച്ച് നമ്മളൊരു ആറ്റിങ്കൽ കഴിഞ്ഞ് ഞങ്ങളൊരു MC റോഡ് പിടിക്കാൻ വേണ്ടി ഒരു റോഡ് എടുത്തത്, കൊട്ടാരക്കര MC റോഡ് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾ ഈ ഒരു ഇത്തിക്കര വഴിയൊക്കെ ഇങ്ങനെ ഒരു വഴിയിൽ കൂടെയാ വരുന്നത്. ഭയങ്കര വിജനമായ ഒരു വഴി, കാട് വഴി. വീടുകളൊക്കെ ഉണ്ട്, എന്നാലും ഇരുട്ടത്ത് നല്ല റോഡ് നല്ലതാണ്, നല്ല റോഡാണ്, സ്മൂത്ത് റോഡാണ്. പക്ഷെ വളരെ വിജനമായ ഒരു വഴിയാണ്. ഇട സൈഡിൽ കൊക്കയാണ്. കൊക്കയാണോന്ന് എനിക്കറിയത്തില്ല, എന്നാലും കാണുന്നില്ല ഇരുട്ടാകെ. ഇപ്പൊ ഒരു കട കണ്ടു. കുറേ നേരം കടകളൊന്നുമില്ല, ഇപ്പൊ ഒരു കട കണ്ടു. അങ്ങനെ എൻ്റെ വീട് എത്താറായി. സമയം 11 കഴിഞ്ഞ് രാത്രി. ഞങ്ങൾക്ക് വഴി തെറ്റി. ഇപ്പം ഇടയ്ക്കൂടെ കയറി വന്ന് ഞങ്ങൾ നേരെ ചെങ്ങന്നൂർ പോയിട്ട് തിരിച്ചു വരുവാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എൻ്റെ വീട്. കണ്ടോ, ഗേറ്റൊക്കെ ഓപ്പൺ ആണ്. കയറുവാണ്. ഇതാണ് എൻ്റെ അമ്മ. ഇതാണ് ഞങ്ങളുടെ ആദിക്കുട്ടൻ. എന്താ പറയാനുള്ളത്? ഈ നരച്ച മുടിയാണ് എൻ്റെ അമ്മ. എന്താ വയ്യേ? അങ്ങനെ ഫ്രണ്ട് വണ്ടി പാർക്ക് ചെയ്തു ഇറങ്ങുവാണ്. എല്ലാരും ക്ഷീണിതരാണ്. ലോങ് ഡ്രൈവ്. ഞങ്ങൾ ആലപ്പുഴ പോകാൻ സമയമായി.
ആലപ്പുഴയല്ല, തൃശ്ശൂർ എത്താൻ സമയം കഴിഞ്ഞു. എന്നൊക്കെ ഉണ്ട് വിശേഷം. ഓ, ശ്വാസം മുട്ടുകൊണ്ട് വയ്യേണ്ടി വരും. ശ്വാസം മുട്ട്. ഞങ്ങളുടെ ആദിക്കുട്ടൻ എന്നെക്കാട്ടി ഹൈറ്റ്. ഞാനൊരു വലിയ ചെരുപ്പിലാ നിക്കുന്നതാ. എന്റെ ദൈവമേ. ഇതുണ്ടോ വിശേഷം? ശ്വാസം മുട്ട്. അത് ശരി. ഇതെവിടുന്നാ പുതിയ ക്ലോക്ക് ഒക്കെ വാങ്ങിച്ചോ? പഴയതോ? അല്ല, പുതിയതാ. അത് ശരി. നല്ല ക്ലോക്ക് അല്ലേ? അമ്മക്കാട്ടി വലിയ ക്ലോക്കാണല്ലോ. എങ്ങനെ ഇടും? ആദ്യത്തിന് ഇപ്പൊ എല്ലാം കൈ കൊണ്ടങ്ങ് എത്ത്. ഇത്ര ഈ പ്രായത്തിൽ ഇത്ര ഹൈറ്റ് ഇനി എത്ര നീളം വെക്കും ഇവന്? പോലെ പോലെ പോകുന്നത്. റൊണാൾഡോ. അത് പെങ്ങട അല്ല, ആങ്ങളുടെ മോന അല്ലേ? അതെ, ആങ്ങളുടെ മോന. പിന്നെ വേറെ ഒന്നുണ്ടമ്മ വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? നീ എന്താണ് ഉറങ്ങാതിരിക്കുന്നേ? ഇപ്പൊ അയ്യപ്പനെ പോലെ തന്നെ ഇരിക്കുന്നു, ഒരു വ്യത്യാസമില്ല. അയ്യപ്പന്റെ ചെറുപ്പം. ഓ, ഇതാണോ പുതിയ ടി വി? നൈസ് ടി വി ആണല്ലോ കാണാൻ. നല്ല ഭംഗിയുണ്ട് ടി വി. പ്രത്യേക ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. നമ്മുടെ വ്ളോഗ് തന്നെ ഇടാം ടിവിയില്. ടി വി ഓൺ ആവത്തില്ലേ? ഇതേത് റിമോട്ട്? ഇത് വെച്ച് ഓടുവോ? അയ്യോ, എനിക്കും ഒന്നും അറിയുന്നല്ല. ഇതിലെല്ലാം കണക്ട് ആണോടാ ഇത്? ഹോട്ട്സ്റ്റാറും എല്ലാം യൂട്യൂബ് വരുന്നില്ലല്ലോ. ഞെക്കിട്ട് എന്തോ റിമോട്ടിന് പ്രശ്നം? ഇത് നമ്മളാണല്ലോ ഇത്. വാ 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 വാ. വട്ട ക്ലാരിറ്റി ട്രിവാൻഡ്രം. റഷ്യൻ മലയാളി ഇതാ പോകുന്നു. നൈസ് ക്ലാരിറ്റി അല്ലേ? കൊള്ളാം. എത്ര വലിയ ടി വി വേണം അമ്മയുടെ? ഞാനും പെണ്ണും കൂടെ തരാം. ഞാൻ മാമൻ പറഞ്ഞത് ഗൾഫിൽ പോകുന്നത് അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. ബ്ലൗസ് വേണ്ടല്ലോ. അതിനകത്ത് മറ്റേ ബ്ലൗസിന്റെ ലൈനിങ്ങും ഉണ്ട്. ബ്ലൗസ് തുണിയുടെ എനിക്ക് സമ്മാനം കിട്ടി. എന്താ പറയാനുള്ള ഓണം സമ്മാനം? നമ്മുടെ പ്രേക്ഷകർ മക്കളെ കൊണ്ട് തരുന്നതല്ലേ മോനെ? എന്റെ ചേട്ടൻ. പേര് പറ. പേര് പറ. ഓക്കെ. What's your name? Arjun. Full name? Arjun Ramanu. Okay. Aditya? Aditya. ഒത്തിരി ചെറിയ ഉണ്ടാക്കാൻ ഭയങ്കര പാടാ. ബുള്ളറ്റ്. ബുള്ളറ്റില്ലാതെ വിഷമിക്കണ്ട. കണ്ട 1000 രൂപ സ്റ്റിക്സ്. അർജുന് 2 അടിപൊളി ബിസ്ക്കറ്റ് കണ്ടോ? 1000-നും ഉണ്ട് ഒരു ബിസ്ക്കറ്റ്. എന്തൊക്കെ ബിസ്ക്കറ്റ്? അർജുന് വേറെ ഒരു ബിസ്ക്കറ്റ്. ചോക്ലേറ്റ് ആണ്. അലിഞ്ഞു പോയി. അലിഞ്ഞ് കുടിച്ച് വരും.
ബിൽഡിംഗ് ബ്ലോക്ക് അല്ലല്ലോ. അതൊരു ബിൽഡിംഗ് ബ്ലോക്ക് ഒന്നും അല്ലല്ലോ റെഡിയാ. ഇതെന്താ പഴയ തോക്കാണല്ലോ. പഴയ നിനക്ക് സാധനം മേടിച്ചു. ഇത് ക്യാപ്പച്ചിനോ ഉണ്ടാക്കുന്ന കോഫി ഫ്രൂത്തർ. ബാറ്ററി ഇട്ടിട്ട് പഞ്ചാര അത് ഇട്ടിട്ട് ഇങ്ങനെ അടിക്കാനുള്ള ബീറ്റർ, എന്നിട്ട് പാലൊഴിച്ചാൽ മതി. ലസ്സിക്ക് എനിക്കറിയില്ല. അത് ചെറിയ ഹാൻഡ് ബീറ്റർ അല്ലേ ലസ്സി? ഇത് എനിക്ക് കോഫി ഇഷ്ടമല്ലേ? കോഫി ബീറ്ററാ. മുട്ട ബീറ്റ് ചെയ്യാൻ നടക്കുക. എടാ അങ്ങോട്ട് കൊണ്ടുപോവാ. ആ ലാ പിള്ളേർക്കുള്ള തീറ്റ സാധനം ഞാൻ കൊണ്ടുവരുന്നു. നോക്കിക്കോ, പിടിച്ചോ. ഞാനത് തിന്നാനൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ആയത്തിൽ ബിസ്ക്കറ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് വേണമെന്ന് പറയുന്നത് കേട്ടാ. ആർജുന്ന് ചിപ്സ് എല്ലാവർക്കും കഴിക്കാം. അതിന് ഇഷ്ടമല്ലോ. ആ ബ്രോ നമ്മുടെ കോയമ്പത്തൂർ ഒന്ന് സിസ്റ്ററിന് വാങ്ങിച്ചോണ്ട് വന്ന അടിപൊളി സ്വീറ്റാണ്. എന്ത് സ്വീറ്റാണിത്? ഇത് എന്താണ്? പ്യുവർ ഗീ സീഡ്സ്. കരിപ്പട്ടി മൈസൂർ പാക്ക്. കരിപ്പട്ടി മൈസൂർ പാക്കാണ് ഇത്. കാരപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു തമിഴ്നാട്ടില്. കാരപ്പട്ടി. നമ്മുടെ കൂടെ വന്നിരുന്ന് കഴിക്കടാ. ഇന്നത്തേക്കൊന്ന് തുറന്നതാ. ഇതാ സംഭവം കരിപ്പട്ടി കൊണ്ടുള്ള മൈസൂർ പാക്കാണ്. ഇത് തമിഴ്നാട്ടിലാണ് ഇത് കൂടുതൽ കിട്ടുന്നത്. ഇത് ബീട്രൂട്ടാണ് നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ്. റോസാ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ചമ്മന്തിയും പിന്നെന്താ ഇഡ്ലിയും ചമ്മന്തി. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. മുളക് ചമ്മന്തി ആൻഡ് ഇഡ്ലി. അതെ, പല ഓരോരുത്തർക്കും ഇഷ്ടാനുസരിച്ച് ഡിഫറെൻറ്റ് തേങ്ങ വേണ്ടവർക്ക് തേങ്ങ, മുളക് വേണ്ടവർക്ക് മുളക്, ഇഡ്ലി വേണ്ടവർക്ക് ഇഡ്ലി, എല്ലാം ഉണ്ട്. ബീട്രൂട്ട് ചുമന്ന മുറുക്ക്. അത് ദിസ് ഈസ് ഓൾസോ ഫ്രം കോയമ്പത്തൂർ. ഇത് മറ്റേ ചോട്ട മുറുക്ക്. പക്ഷെ കളർഫുൾ പാക്കിംഗ് അല്ലേ എല്ലാത്തിൻ്റെ. രസമാണ് പാക്കിംഗ്, അടിപൊളി. ക്യാരറ്റ് മൈസൂർ പാക്ക്. ബീട്രൂട്ട്. അത് ബീട്രൂട്ട്. ഇത് കരിപ്പട്ടി. അത് അമ്മയുടെ ചേച്ചിയാണ് അല്ലേ? പേരെന്താ അമ്മ? ആ ഇന്ദിര. ഓക്കെ. അമ്മയുടെ ഈ അമ്മയുടെ പേര് പറയണം. അമ്മ എന്ന പേര് പറയണം. ചന്ദ്രിക. അമ്മയുടെ മൂത്ത ചേച്ചിയാണ് ഇത്. ലിഡിയയുടെ വല്യമ്മ. അതേ പറയാനുണ്ടോ? എന്തെങ്കിലും? ഓണമൊക്കെ അടുത്ത് വന്നു. ഇനി അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ചെയ്യണം. ബിസിയാണ്. ശരി. ശരി.
ഓണത്തിന് കണ്ടില്ലേ ലിഡിയയുടെ ഡ്രസ്സ് കണ്ടില്ലേ? നമ്മളെ ജാപ്പനീസ് ആൾക്കാർ ഇടുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ് വാങ്ങിച്ചിട്ടേക്കുന്നത്. വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ആദിമോനെല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട്. ഫോണ് നമ്മുടെ പുള്ളി പറയുന്നത് വെച്ചാൽ നമ്മുടെ ഫോണെല്ലാം കറക്റ്റ് സെറ്റിങ്സിലല്ല. അപ്പോൾ അവനെല്ലാം കറക്റ്റ് സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ വീഡിയോ എല്ലാം കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ എടുക്കാൻ വേണ്ടി അവനെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇത് ലിഡിയയുടെ ബ്രദറിൻ്റെ മോനാണ്, അയ്യപ്പൻ്റെ മോനാണ്. സോ അവൻ്റെ അച്ഛൻ ഗൾഫിലാണ്. അമ്മ അതാ അടിപൊളിയായിട്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള ആഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വയ്യ ഒട്ടും വയ്യാതെ ചുമച്ച് ആഹാരം ഉണ്ടാക്കുകയാണ്. ഇത് നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണ്. അമ്മ എന്ത് കറിയാ വയ്ക്കുന്നത്? മത്തങ്ങ അരിശ്ശേരിയാണ് നമുക്ക് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്കാരി വന്നിട്ടില്ല. അമ്മ ഇന്ന് ചെയ്യുന്നതാണ്. വലിയ പ്രയാസമാണ്, ചെയ്യുകയാണോ എന്ത് ചെയ്യും? അതെ ഐ ടി ജോലിക്കാരുടെ ഗതികേടാണ് ഈ കാണുന്നത്. ഐ ടി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കണ്ടില്ലേ, കൂലിപ്പണിയേക്കാളും പാടാണ് ഐ ടി ജോലി എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. പിന്നെ അയ്യോ കഴിഞ്ഞില്ലേ? കണ്ടിട്ടുണ്ടല്ലോ. അടുത്തുള്ളവരാണ്. ഇല്ല, വന്നില്ല, അവര് വന്നിട്ടില്ല. വരും ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരും. ഇത് അടിപൊളി സാധനമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു ഈ സാധനം. നല്ല ക്രിസ്പി ആയിട്ട് കോയമ്പത്തൂർ സാധനം, അടിപൊളി ടേസ്റ്റ്. ഇത് അതുപോലെ തന്നെ ഇത് കളി അടയ്ക്ക അമ്മ ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വെള്ളം ഇതെന്ത് മുറുകാണ്? ഇല്ല, ഇതിലെഴുതിയിട്ടുണ്ട്, ഇതിലില്ല, സ്റ്റിക്കർ ഇല്ല. ഇത് അടിപൊളി മൈസൂർ പാവ്. കഴിച്ചില്ല മൈസൂർ പാവ്. എനിക്ക് ചെടി എന്തൊക്കെയാ ചെടി വെള്ളം പൊടി. അയ്യോ, ഒരു വെള്ളം പൊടിക്കാരിയെ കണ്ടോ? നീ അല്ലേ പറഞ്ഞ ഗാലറി കിട്ടാം.